ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞങ്ങൾ എടുത്തുകൊണ്ട് വെജിറ്റബിൾസ് ക്യാരറ്റ്, ഉള്ളിയും തക്കാളിയും ക്യാബേജും എടുത്തുകൊണ്ട് പിന്നെ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പിച്ച് ചെറിയ ചെറിയ കണ്ടങ്ങളാക്കി വെച്ചിട്ട് കുറച്ച് ഇന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പൊടി ഇട്ടൊരു ബാറ്റർ ഉണ്ടാക്കുകയാണ്. കുറച്ച് സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് ഒരു നല്ല ബാറ്റർ ആക്കി എടുക്കണേ. പിന്നെ രണ്ടിലേക്കും കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളെ ബാറ്റർ. ആ വെജിറ്റബിളിലേക്ക് കുറച്ച് മൈദയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം കലക്കി എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ബാറ്റർ. ഇനി നമ്മൾ വേറൊരു പശ ഉണ്ടാക്കി എടുക്കണ്ടേ. മൈദപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് പശ പോലെ ആക്കിയെടുക്കണേ. നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ചിക്കന് നമ്മളെ വലിയ ബൗളിലുള്ള സാധനത്തിലേക്ക് ഇട്ട് വെക്കുക. അതിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കൊന്ന് ആണരിതേ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ആണ് കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെല്ലാ സാധനം സെറ്റ് ആക്കണേ. നമ്മൾ ഒന്ന് ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ആദ്യം ബ്രെഡ് എടുത്തിട്ട് ആ ബ്രെഡിൻ്റെ ആദ്യം കുറച്ച് മയോണൈസ് മടക്കി വെച്ചിട്ടുണ്ടോ. മയോണൈസ് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫില്ലിങ്ങിലേക്ക് കുറച്ച് മയോണൈസ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ലൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ ഒരു ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഈ ഫില്ലിങ് ആദ്യം ബ്രെഡിലേക്കൊന്ന് നല്ലോണം ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ ഫില്ലിങ് നന്നായിട്ട് വെച്ചെടുക്കുക. എന്നിട്ട് 2-3 ടീസ്പൂണൊക്കെ അതിലേക്കൊന്ന് ഫില്ലിങ് വെച്ചെടുക്കുക. എന്നിട്ട് അടുത്ത ബ്രെഡ് എടുക്കണം. ആ ബ്രെഡ് വെക്കുന്നതിന് മുമ്പ് അതിന് ചുറ്റും ഒന്ന് കുറച്ച് ഉണ്ടാക്കി വെച്ച മൈദൻ്റെ പശരിയെ അതൊന്ന് സൈഡിൽ നിന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കണം. നമ്മൾ ഈ എണ്ണയിൽ പൊരിക്കുമ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. തിരിച്ച് മറിച്ചിടുമ്പോൾ പൊട്ടാതിരിക്കാനാണ്. ഇനി നമുക്ക് അടുത്ത ബ്രെഡ് വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്തൊന്ന് വെക്കാം. നമ്മളിനി അപ്പോൾ ഒരു 2-3-4 ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓരോന്നും ഇവിടെ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ട് നന്നായി എണ്ണ തേച്ച് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ബാറ്റർ ആ ഒരു സാൻഡ്വിച്ചിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതിൽ കാണുന്ന പോലെ കുറച്ച് തന്നെ പരത്തി വെക്കുക. ആദ്യം ഒരു ഭാഗത്ത് തേച്ചിട്ട് നമ്മൾ പാനിലേക്ക് വെച്ചതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇത് എണ്ണയിൽ നല്ലോണം മുക്കി പൊരിച്ചണില്ല, ജസ്റ്റ് ഒന്ന് തന്നെ പൊരിക്കണുള്ളൂ. ഇനി അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാക്കിയുള്ളതും കൂടിയൊക്കെ വെച്ചിക്കണേ. അപ്പോൾ ഇനി അടുത്ത ഭാഗം ഒന്ന് മറിച്ചിടുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് വെക്കുമ്പോൾ മുമ്പേ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം മറിച്ച് വെക്കാൻ. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിക്കണേ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി സാൻഡ്വിച്ചാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. വൈകുന്നേരം ചായക്കടിക്കൊക്കെ നല്ല ബെസ്റ്റ് ഇതാണ്. ഞങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ബൈ.